ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടാ, നിന്റെ പെങ്ങളുടെ കുഞ്ഞു പോയോ? അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമൊന്നുമല്ല. അതിനേക്കാളും 1000 മടങ്ങ് സന്തോഷം തരുന്നൊരു വാർത്തയാ ഇപ്പൊ കിട്ടിയത്. രണ്ടാള് പോയി. മാർക്കോയും അവനോടൊപ്പം ഈ വീട്ടിലെ വല്യേട്ടനും. എവിടെ പോയി? മുകളിലോട്ട് പോയിന്ന്. ഉണ്ണിയേട്ടാ, ഈ കേട്ടത് വിശ്വസിക്കാമോ? എനിക്ക് മേക്കേണ്ട മെസ്സേജാ വന്നത്. ദേ നോക്ക്. ശരിയമ്മേ, കണ്ണനും മാർക്കോയും കൊക്കയിൽ വീണ് തീർന്നു. അയ്യോ, രണ്ടും കൽപ്പിച്ച മേക്കേട്ടൻ ചരട് വലിച്ചോണ്ടിരുന്നത്. അവസാനം അതിന്റെ ബലം കണ്ടെന്ന് വേണം പറയാൻ. ഇതിൽ പരം ഒരു സന്തോഷം ഇനി കേൾക്കാനില്ലല്ലോ മോനെ. സന്തോഷ ആഘോഷമൊക്കെ പിന്നെ മതി അമ്മേ, എല്ലാം ഒന്ന് ഉറപ്പിച്ചിട്ട്. എത്രയോ തവണ ഇതുപോലെ നമ്മള് മനസ്സ് തുറന്ന് സന്തോഷിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ഇരട്ടി കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാലോ. ഇത് അതുപോലെ അല്ല കരുണേ. മലയ്ക്ക് പോയ അയ്യപ്പ സ്വാമിമാർ കൊക്കയിൽ വീണെന്ന വാർത്ത ടിവിയിൽ വന്നു കഴിഞ്ഞു. അതിനുശേഷം അറിയേണ്ടത് മേക്കേട്ട അറിഞ്ഞത്. എടാ, ആ വൃത്തികെട്ടവനൊന്നും സംഭവിച്ചില്ലേ ആ സാഗറിന്? അവൻ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞത്. ആണോ? ആ മാർക്കോയുടെ കൂട്ടുകാരനൊരുത്തനുണ്ടല്ലോ, ഒരു ലോപ്പസ്. അവനാണിപ്പോ സാഗറിന് കൂട്ടിരിക്കുന്നത്. ചിലപ്പോ സാഗറിന്റെയും വെടിതീരും. എടാ, മഞ്ജുവിന്റെ കുഞ്ഞു പോയോ ഇല്ലയോ എന്നറിയാതെ ഞങ്ങള് വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടത് എന്തുകൊണ്ട് നന്നായി മോനെ. ഇനിയിപ്പോ മഞ്ജുവിന്റെ കുഞ്ഞും പോവും അമ്മേ. നമ്മള് വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോവുക. എന്ത് വില കൊടുത്തും മേഘേട്ടനെയും മഞ്ജുവിനെയും ഒന്നിപ്പിക്കണം. മേഘേട്ടന്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞാലും ശരി, കണ്ണനെയും മാർക്കോയെ ഇല്ലാതാക്കിയ മേഘേട്ടനോട് നമ്മൾ ഇനി ദേഷ്യം വെച്ചോണ്ടിരിക്കാൻ പാടില്ല. മേഘേട്ടൻ ആഗ്രഹിച്ചതുപോലെ മഞ്ജു മേഘേട്ടനോടൊപ്പം തന്നെ ജീവിക്കണം ഇനിയുള്ള കാലം. ഇതോടെ അവളുടെ അഹങ്കാരത്തിന്റെ മൊനയൊടിയും. എങ്കിലും അവള് മേഘേട്ടന്റെ അടുത്തേക്ക് പോകുമെന്ന് തോന്നില്ല. അങ്ങനെ പോകണമെങ്കിൽ ഇനി ഒരാളുടെ കാര്യത്തിലും കൂടി തീരുമാനം ഉണ്ടാവണം, നിന്റെ ചേച്ചിയുടെ. അവള് കണ്ണേട്ടന്റെയും മാർക്കോയുടെ ഒക്കെ ബലത്തിലല്ലേ വിലസിക്കൊണ്ട് നടന്നത്. അവര് പോയെങ്കിൽ പിന്നെ അവൾക്കിനി ശക്തിയില്ല ഉണ്ണിയേട്ടാ. അവളുടെ കാര്യം തീർന്നെന്ന് കൂട്ടിക്കോ. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാ ഉണ്ണിയേട്ടൻ എനിക്കൊരു വലിയ ഗിഫ്റ്റ് തരുന്നത്. ഇത് എന്നോടൊന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിനകത്തുണ്ടായ ഒരു കുളിരുണ്ടല്ലോ, അതെത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. എന്റെ കാര്യവും അങ്ങനെ തന്നെയാ മോളെ. ആകെ കൂടെ മൂടിക്കെട്ടിയ ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോ ആ കാർമേഘമൊക്കെ അങ്ങ് മാറി ആകാശം തെളിഞ്ഞു എന്റെ മനസ്സിലും.